എല്ലാവർക്കും നമസ്കാരം. നെപ്പോളിയൻ ഹില്ലിന്റെ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന ഒരു പുസ്തകം നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാകും. പക്ഷെ അതിന് മറ്റൊരു പുസ്തകമാണ് ദ ലോ ഓഫ് സക്സസ്. പണ്ട് ഇതിനെക്കുറിച്ച് ഒരു സമ്മറി ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ഈ സമയത്ത് അത് അവതരിപ്പിക്കേണ്ടത് വളരെ ആവശ്യമായി തോന്നിയതുകൊണ്ടാണ് ദ ലോ ഓഫ് സക്സസ് എന്ന് പറയുന്ന പുസ്തകം ഞാൻ പരിചയപ്പെടുത്തുന്നത്. വിജയിക്കാൻ എന്തെല്ലാം നിയമങ്ങളാണ് നാം പാലിക്കേണ്ടത്? ഏകദേശം 15 മുതൽ 20ഓളം കാര്യങ്ങൾ പുസ്തകത്തിന് എനിക്ക് നിങ്ങളോട് പറയുവാൻ സാധിക്കും. പക്ഷേ വളരെ എസെൻഷ്യലായ ചില കാര്യങ്ങൾ മാത്രം ഇന്ന് പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. വിജയത്തെക്കുറിച്ച് നിങ്ങൾ ആദ്യമേ ഒരു ഡെഫിനേഷൻ കൊടുക്കുവാൻ സാധിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് വിജയം എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറേ പണം ഉണ്ടാക്കുന്നതാണോ? സന്തോഷമുള്ള ജീവൻ നയിക്കുന്നതാണോ? നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതാണോ? പ്രശസ്തി ഉണ്ടാകുന്നതാണോ? നിങ്ങളുടെ വിജയത്തെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കൊണ്ടുവരേണ്ട ആവശ്യമാണ്. നെപ്പോളിയൻ ഹില്ല് പറയുകയാണ്, നിങ്ങളുടെ മുമ്പിൽ അത് കൊണ്ടുവരിക. നെപ്പോളിയൻ ഹില്ല് ലോകത്തിലെ പ്രശസ്തനായൊരു വ്യക്തിയാണ്. അദ്ദേഹം ധാരാളം പ്രമുഖ ആളുകളുമായി സംവദിക്കുകയും പഠിക്കുകയും അവരുടെ ജീവിതത്തെ അനലൈസ് ചെയ്തുകൊണ്ട് അദ്ദേഹം തിങ്ക് ആൻഡ് ഗ്രോ എന്ന പുസ്തകം എഴുതിയത്. അദ്ദേഹം പറയുക, നിങ്ങൾക്ക് വിജയം എന്ന് പറയുന്നത് എന്താണെന്ന് ഡിഫൈൻ ചെയ്യുകയും അതിനെ മുന്നിൽ വെക്കുകയും ചെയ്യുക. അത് ഡിഫൈൻ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. പലർക്കും വിജയം എന്ന് പറയുന്നത് തങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. ആ വ്യക്തത ഉണ്ടാക്കാൻ അദ്ദേഹം ആദ്യം ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷമാണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമൃദ്ധിയാണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രശസ്തിയാണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് സന്തോഷമാണെങ്കിൽ നിങ്ങൾ അത്തരം ആളുകളെ കണ്ടെത്തുക, അവരുമായി ജോയിൻ ചെയ്യുക, അവരുമായി കമ്പാനിയൻഷിപ്പ് ബിൽഡ് ചെയ്യുക. ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം അതാണ്. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകളുമായി കൂടിച്ചേരുക എന്നുള്ളതാണ്. മൂന്നാമത് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്, ലക്ഷ്യം എത്തുന്നത് വരെ യാത്ര ചെയ്യുക. ഇടയ്ക്ക് യാത്ര അവസാനിപ്പിക്കരുത്. ലക്ഷ്യം നേടിയെടുക്കുന്നത് വരെയും യാത്ര ചെയ്യുവാനുള്ള പെർസിസ്റ്റൻസ്, ആത്മധൈര്യം, ആത്മശക്തി നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ഈ പുസ്തകത്തിൽ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, മാസ്റ്റർ മൈൻഡ്. എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക, ശരീരത്തെക്കാൾ ശക്തിയുള്ളത് മനസ്സാണ്, ബ്രെയിനേക്കാൾ ശക്തിയുള്ളത് മനസ്സാണ്. മനസ്സിൽ വിചാരിച്ചാൽ അത് നേടിയെടുക്കുവാൻ സാധിക്കും. അതാണ് മനസ്സിന്റെ ശക്തി. മനസ്സിൽ തീവ്രമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ, അത് വിഷ്വലൈസ് ചെയ്യുന്നുവെങ്കിൽ, അതിനുവേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കും. അതാണ് ലോ ഓഫ് ഇൻസ്പയർഡ് ആക്ഷൻ എന്ന് പറയുന്നത്. നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, തീവ്രമായി ചിന്തിക്കുന്നുവെങ്കിൽ നമുക്ക് ആ ഒരു കാര്യങ്ങളെ നേടിയെടുക്കുവാൻ സാധിക്കും. അവിടെയാണ് മാസ്റ്റർ യുവർ മൈൻഡ്. മനസ്സാണ് ഏറ്റവും ശക്തിയുള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സിനെ മാസ്റ്റർ ചെയ്യുവാൻ തക്കവിധത്തിലുള്ള ഒരു മാസ്റ്റർ മൈൻഡ് സിസ്റ്റം നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. അദ്ദേഹം പ്രയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഡെഫിനിറ്റ് ചീഫ് എയിം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഡെഫിനിറ്റ് ആയിട്ടുള്ള എന്തായാലും വേണമെന്നുള്ള ആ ചീഫ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? അതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? അത് നിങ്ങൾ എഴുതുക, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക, അഫേം ചെയ്യുക. ഈ ഒരു ഡെഫിനിറ്റ് ചീഫ് എയിമിനെ തടസ്സപ്പെടുത്തുന്ന ഒരു ഡിസ്ട്രാക്ഷനും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ്. ദിവസത്തിൽ ഒരു 12 പ്രാവശ്യമെങ്കിലും നിങ്ങൾ ആ ഒരു അഫർമേഷൻ, ഡെഫിനിറ്റ് ചീഫ് എയിമിനെ എഴുതുകയും അത് ഉറക്കെ വായിക്കുകയും ചെയ്യുക. ഒരു കാര്യം ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ചീഫ് എയിമിന് വേണ്ടി നിങ്ങൾ എന്താണ് വേണ്ട എന്ന് വെക്കുന്നത്? നിങ്ങൾ എന്താണ് ഗിവ് അപ്പ് ചെയ്യുന്നത്? തീർച്ചയായും ഒരു മനോഹരമായ ലക്ഷ്യം വേണമെങ്കിൽ, നേട്ടം വേണമെങ്കിൽ ചില കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒഴിവാക്കേണ്ടതും അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കേണ്ടതും ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു സിവിൽ സർവീസ് എക്സാം എഴുതുന്നയാൾ പലപ്പോഴും പല കാര്യങ്ങളും വേണ്ട എന്ന് വെക്കാറുണ്ട്. അതല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യുന്നയാൾ പലപ്പോഴും പല കാര്യങ്ങളും വേണ്ട എന്ന് വെക്കാറുണ്ട്. നിങ്ങളുടെ ലക്ഷ്യം എത്രമാത്രം വലിയതാണ് അതനുസരിച്ച് പലതും നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടത് വരും. അങ്ങനെ ഒഴിവാക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹം വളരെ അധികം പറയുന്ന ഒരു വിഷയമാണ് ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ്. ഒരു കാര്യത്തെ ലക്ഷ്യം വെച്ചുവെങ്കിൽ അത് നേടിയെടുക്കുവാൻ എനിക്ക് സാധിക്കുമെന്നുള്ള ആത്മധൈര്യം, ആത്മവിശ്വാസം നമുക്കുണ്ടാകണം. പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോകുന്നതിന് പല ഭയങ്ങളുണ്ട്. എനിക്കതിന് കഴിയുമോ? ഞാൻ പരാജയപ്പെട്ടു പോകുമോ? എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുമോ? ഇങ്ങനൊരു 6ഓളം ഭയങ്ങളുണ്ട്. 6 ബേസിക് ഫിയേഴ്സ്. മനുഷ്യനെ തളർത്തിക്കളയുന്ന, മനുഷ്യനെ മുന്നോട്ട് പോകാൻ ഇടയാക്കാതെ തളർത്തിക്കളയുന്നത് ഈ 6 ഭയങ്ങളാണ്. 1 ദാരിദ്ര്യം, 2 പ്രായമാകൽ, 3 വിമർശനം, 4 സ്നേഹിക്കുന്നത് നഷ്ടപ്പെടൽ, 5 രോഗങ്ങൾ, 6 മരണം. ഈ 6 കാരണങ്ങളാണ് ബേസിക് ആയിട്ടുള്ള ഭയങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ആത്മവിശ്വാസത്തെ ഈ ഭയങ്ങൾ തളർത്തിക്കളയുന്നുണ്ടോ? ഒരിക്കലും നമ്മെ ദാരിദ്ര്യമോ രോഗമോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ സ്നേഹിച്ചത് നഷ്ടപ്പെടുന്നതോ ഒന്നും നമ്മുടെ ആത്മവിശ്വാസം കളയാൻ പാടില്ല എന്ന് ഈ നെപ്പോളിയൻ ഹിൽ ഓർമ്മിപ്പിക്കുകയാണ്. നെപ്പോളിയൻ ഹില്ല് ആകർഷണ നിയമത്തെക്കുറിച്ചും വളരെ പ്രത്യക്ഷമായും പരോക്ഷമായും പരാമർശിച്ചിട്ടുണ്ട്. സെൽഫ് ടോക്ക് അല്ലെങ്കിൽ ഓട്ടോ സജഷൻ, അതിന്റെ ആവശ്യത്തെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പറയുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന നേടിയെടുക്കുവാനായി തുടരെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് കമാൻഡ് കൊടുക്കുക, വാഗൊണ്ട് പറയുക. നിങ്ങൾ അത് ഒരു ഓട്ടോ സജഷനായി, സെൽഫ് ടോക്കായി പറയേണ്ടതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഇമാജിനേഷൻ, സെൽഫ് കൺട്രോൾ,
സേവിങ്സ്, ലീഡർഷിപ്പ്, ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് ഒരു കാര്യമാണ് നിങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ സെൽഫ് കൺട്രോൾ, ഡിസിപ്ലിൻ ഉണ്ടാകുവാൻ സാധിക്കും. ഒരു ഭാഗത്ത് പറഞ്ഞ കാര്യമാണ് നിങ്ങളുടെ ആഗ്രഹം നേടിയെടുക്കുവാൻ എന്താണ് വേണ്ട എന്ന് വെക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ആളായിരിക്കാം, കാരണം ഉറക്കം വേണ്ട എന്ന് നിങ്ങൾ വെച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ കുറെ കൂടി നേരത്തെ എഴുന്നേറ്റ് കുറെ കൂടി പ്രൊഡക്റ്റീവ് ആകാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും ഫാമിലി ഫംഗ്ഷനുകൾ ചിലതെല്ലാം ഒഴിവാക്കുന്നുണ്ടാകാം. അതല്ലെങ്കിൽ കൂട്ടുകാർക്ക് സമയം നിങ്ങൾ ചെലവഴിക്കുന്നത് കുറച്ചിട്ടുണ്ടാകാം. ഇങ്ങനെ സെൽഫ് ഡിസിപ്ലിൻ വേണ്ടതിനെ കുറിച്ച് അദ്ദേഹം ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട പോയിന്റായി ഞാൻ ഈ പുസ്തകത്തിൽ വായിച്ചത് പരാജയങ്ങൾ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞു ഭയങ്ങളെ മറികടക്കുന്ന ആത്മവിശ്വാസം വേണം, അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ വേണമെന്ന് പറഞ്ഞു. അതുപോലെ അദ്ദേഹം പറയുന്ന കാര്യമാണ് പരാജയങ്ങൾ ജീവിതത്തിൽ സാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ പരാജയങ്ങളെ മറികടക്കണമെന്ന് തീർച്ചയായും നാം ചിന്തിക്കേണ്ടതും അതിനുള്ള ശക്തി ഉണ്ടാക്കേണ്ടതും ആവശ്യമാണ്. അദ്ദേഹം ആയിരക്കണക്കിന് ആൾക്കാരെയാണ് പഠിച്ചത്, വിജയികളായിട്ടുള്ള ആളുകളെ അദ്ദേഹം പഠിക്കാനിടയായി. അതിനെല്ലാം അദ്ദേഹം പറയുന്ന ചിന്തകളാണ് ദ തിങ്ക് ആൻഡ് ഗ്രോ എന്ന പുസ്തകത്തിലും ലോസ് ഓഫ് സക്സസ് എന്ന പുസ്തകത്തിലും കാണുവാൻ സാധിക്കുന്നത്. ഈ ജോ വിറ്റാലി എല്ലാം ഈ ലോ ഓഫ് സക്സസ് കൂടി എല്ലാവരും വായിക്കണമെന്ന് പരാമർശിക്കുന്നുണ്ട്. കാരണം ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചും ജീവിതത്തിൽ നേടേണ്ട കുറെ സ്കില്ലുകളെ കുറിച്ച് പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. തീർച്ചയായും പുസ്തകം വായിക്കുക, ജീവിതത്തിൽ 100 ഇരട്ടി മാറ്റമുണ്ടാകാൻ സഹായിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.